എന്ത് മായാജാലമാണ് സംഭവിച്ചത് എന്നറിയില്ല. തരൂർ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് അടിമുടി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ തരൂർ സോണിയാഗാന്ധിക്ക് മുന്നിലെത്തിയത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് വെറും 2 ദിവസം ശേഷിക്കെ മോദിയെ വീണ്ടും പുകഴ്ത്തിക്കൊണ്ട് തരൂർ കളം നിറഞ്ഞിരുന്നു. മുൻപ് ഞാൻ മോദിയെ കുറ്റം പറഞ്ഞത് വലിയ തെറ്റായിപ്പോയി എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് തരൂർ ഹൈക്കമാൻഡിന്റെ കനത്ത താക്കീതിന് പിന്നാലെ മോദിയെ പുകഴ്ത്തി വിവാദ നായകനായി മാറിയത്. അതുപോലെ തന്നെ പിണറായി സർക്കാരിനെയും വാനോളം പുകഴ്ത്തുകയും ചെയ്തതും നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോഴിതാ ഇതേ തരൂർ ഇപ്പോൾ ഇതേ പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം സഭയിലുണ്ടായ മുഴുവൻ കോലാഹലങ്ങൾക്കും കാരണം സ്വകാര്യ സർവകലാശാല ബിൽ പാസാക്കിയതായിരുന്നു. ഇവിടെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് 10 വർഷങ്ങൾക്ക് മുമ്പേ പോയ ബസ്സിനാണിപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കൈകാണിക്കുന്നത് എന്നാണ്. അതായത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സ്വകാര്യ സർവകലാശാല വേണമെന്നുള്ള പദ്ധതികൾക്ക് തുടക്കമിട്ടപ്പോൾ അത് അഴിമതിക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞു കനത്ത എതിർപ്പ് കാഴ്ചവെച്ചവരായിരുന്നു ഈ ഇടതുപക്ഷം. അതേ കാര്യമാണിപ്പോൾ ശശി തരൂരും പറയുന്നത്. 20 വർഷങ്ങൾക്ക് മുമ്പേ കൊണ്ടുവരേണ്ട കാര്യത്തെ അന്ന് കനത്ത എതിർപ്പറിയിച്ചവരാണിപ്പോൾ അതേ ബില്ല് ഇപ്പോൾ പാസാക്കിയിരിക്കുന്നത്. കമ്പ്യൂട്ടർ വന്നപ്പോഴും മൊബൈൽ ഫോൺ വന്നപ്പോഴും നടപ്പാക്കില്ല എന്നു പറഞ്ഞ് എല്ലാ വികസനത്തിനെതിരെയും ചെങ്കടി ഉയർത്തി സമരം നടത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബുദ്ധി ഉദിക്കണമെങ്കിൽ വർഷം കുറെ കഴിയണം എന്നാണിപ്പോൾ തരൂർ പറയുന്നത്. തരൂരിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഒന്ന് കണ്ടു നോക്കാം. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാല തുറക്കാൻ അനുമതി നൽകി. അങ്ങനെ കേരളത്തിലെ LDF സർക്കാർ ഒടുവിൽ ശരിയായ കാര്യം ചെയ്തിരിക്കുകയാണ്. പതിവ് പോലെ തീരുമാനം ഏതാണ്ട് 15 മുതൽ 20 വർഷം വൈകിയാണ് വന്നത്. 19-ാം നൂറ്റാണ്ടിലെ പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിൽക്കുന്നവരുടെ കാര്യത്തിൽ ഇത് സാധാരണമായി സംഭവിക്കാറുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി കമ്പ്യൂട്ടറുകൾ വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾ പൊതുമേഖലാ ഓഫീസുകളിൽ കയറി അവ തകർക്കുകയായിരുന്നു. ഈ കാര്യം ഒരിക്കലും മറക്കരുത്. ഇന്ത്യയിൽ മൊബൈൽ ഫോണുകൾ അവതരിപ്പിക്കുന്നതിനെ എതിർത്ത ഒരേ ഒരു പാർട്ടിയും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ഈ മാറ്റങ്ങളുടെ യഥാർത്ഥ ഗുണഭോക്താവ് സാധാരണക്കാരനാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് വർഷങ്ങളെടുത്തു. ആ സാധാരണക്കാരന് വേണ്ടിയാണ് തങ്ങൾ സംസാരിക്കുന്നതെന്നാണ് അവകാശപ്പെടുന്നത്. ഒടുവിൽ അവർ ഒരു ദിവസം 21-ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. പക്ഷേ അത് 22-ാം നൂറ്റാണ്ടിൽ മാത്രമായിരിക്കും.